തൃശൂർ അതിരപ്പള്ളി വേരാൻകുടി ഉന്നതിയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. നിസാര പരുക്കുകളോടെ കുട്ടി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് കുടുംബം ഉറങ്ങിക്കിടന്ന കുടിലിലേക്ക് പുലി എത്തിയത്. കുട്ടി ചാലക്കുടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലെവിൻ, കുട്ടിയുടെ ഈ പരുക്ക് നിസാരമാണ് എന്നറിഞ്ഞത് ആശ്വാസകരമാണ്. പക്ഷേ ഭീതി ഒഴിഞ്ഞിട്ടുണ്ടോ? ഈ പുലി അവിടെ ഈ ജനവാസ മേഖല ഇപ്പോഴും തുടരുന്നുണ്ടോ? വനം വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സേതു, പുലിയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടുവെങ്കിലും ഭീതി ഉണർത്തുന്ന അതീവ ഭീതി ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിരപ്പള്ളി വീരാൻകുടി ഉന്നതിയിലേക്ക് പുലി എത്തി എന്നുള്ളത്. വനത്തിനുള്ളിൽ ഏറ്റവും ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ മേഖലയിൽ നിരവധി ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇടയിലേക്ക് വലിയ ആശങ്കയുണർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:45 ഒരു ആദിവാസി ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോകാനായി പുലി എത്തുന്നത്. ഈ മുറിക്കുള്ളിലേക്ക്, അതായത് ഈ കുടിലിനുള്ളിലേക്ക് കടന്നു കയറി ഈ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ ശരീരത്തിൽ വലിച്ചെടുക്കാനുള്ള നീക്കം പുലി നടത്തുകയും ഇത് കണ്ട് രണ്ടുപേരും ബേബി രാധിക ദമ്പതികളുടെ മകനാണ് 4 വയസ്സുകാരൻ രാഹുൽ. ബേബിയും രാധികയും എഴുന്നേൽക്കുകയും ആ പുലിയെ പ്രതിരോധിക്കുകയും ചെയ്തു. ഇവർ ബഹളം വെച്ച് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചപ്പോഴാണ് പുലി ഈ കുട്ടിയുടെ പിടിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. ഏറെ നേരത്തെ ആശങ്കകൾക്കും ഭയത്തിനുമൊക്കെ ഒടുവിലാണ് കുട്ടിയെയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഒരു ആദിവാസി ഉന്നതിയിലേക്ക് കടന്നു കയറി പുലി മനുഷ്യരെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഏതായാലും വനത്തിനുള്ളിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ആദിവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്.